കേക്കച്ചൻ രാഹുൽ വിഷയത്തിൽ കാണിച്ച ആ മിണപ്പ് പേരാമ്പ്ര വിഷയത്തിൽ കാണിക്കാത്തതെന്ത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണമുണ്ടായപ്പോൾ കേക്കച്ചൻ കാണിച്ച ആ മിണപ്പും അമിതാവേശവും ഒക്കെ ജനങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. എന്തൊരാവേശമായിരുന്നു, എന്തൊരു ധൃതിയായിരുന്നു നടപടിയെടുക്കുവാൻ. എന്നാൽ പേരാമ്പ്രയിൽ ഷാഫിയെ പോലീസ് തലതല്ലി പൊട്ടിച്ച് മൂക്കിന്റെ പാലം പൊട്ടിച്ച് കളഞ്ഞ സംഭവമുണ്ടായി. ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞാണ് കേക്കച്ചൻ പ്രതികരണവുമായി കളത്തിലിറങ്ങിയത്. അതും ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ എന്ത് കരുതും എന്ന മട്ടിൽ. പ്രവർത്തകർ ഇയാളെ കാണാഞ്ഞ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് കേക്കച്ചൻ ഏതോ ഒരു വാഷ്റൂമിൽ കയറിയിരുന്ന് ഒരു ചെറിയ പ്രതികരണം അയച്ചത്. ഷാഫിയെയും രാഹുലിനെയും ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന കേക്കച്ചന് ഷാഫി വിഷയം തങ്ങളുടെ അനുമതിയില്ലാതെ പ്രവർത്തകർ ഏറ്റെടുത്ത് പ്രതിഷേധ പരിപാടികൾ നടത്തി വിജയിപ്പിച്ചത് ഒട്ടൊന്നുമല്ല ക്ഷീണമുണ്ടാക്കിയത്. പേരാമ്പ്രയിൽ ഇറങ്ങുന്ന ഷാഫിക്ക് ഇത്തവണ പണി കൊടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേക്കച്ചനും അരമനക്കുണ്ടനും പ്രതിവാര ഓയിൽ ചേഞ്ചിങ് പരിപാടിക്ക് ബദറൂവിനെ തപ്പി ദുബൈയിലേക്ക് പാഞ്ഞത്. തങ്ങൾ ദുബായിൽ ആയതിനാൽ പ്രവർത്തകരാരും ഈ വിഷയം ഏറ്റെടുക്കില്ല എന്നാണ് കേക്കച്ചനും സംഘവും കരുതിയതെങ്കിലും പ്രവർത്തകർ വളരെ ആവേശത്തോടെ തെരുവിലിറങ്ങി പിണറായി പോലീസിനെ വെള്ളം കുടിപ്പിച്ചു. പിണറായിയെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം സുരക്ഷ ശക്തമാക്കിയത്. യഥാർത്ഥത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഈ അരമനക്കുണ്ടന്റെയും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന കേക്കച്ചന്റെയും പ്രസക്തി തന്നെ ഈ സംഭവം ഇല്ലാതാക്കി കളഞ്ഞു. രാഹുലിനെതിരെ സ്വീകരിച്ച നടപടികൾ പിൻവലിക്കാതിരിക്കുന്നത് കേക്കച്ചൻ എന്ന ആ നാണം കെട്ടവന്റെ ഒരേ ഒരു പിടിവാശി കൊണ്ടാണ്. ഏഷ്യനെറ്റ്, മരംകൊത്തി ചാനൽ, 24 അടക്കമുള്ള ചാനലുകളെ കേക്കച്ചൻ വിലക്കെടുത്തിരിക്കുകയാണ്. എന്തിന്? രാഹുലിനെതിരെ വിദ്വേഷ വാർത്തകൾ പടച്ചുവിടുവാൻ. അതുപോലെ നമ്മുടെ കേസില്ലാ വക്കീൽ ജയശങ്കറെ കേക്കച്ചൻ ഡെയിലി ടച്ചിന് പണിക്കെടുത്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ രാഹുലിനെയും ഷാഫിയെയും മാറി മാറി യൂട്യൂബ് ചാനലുകളിൽ പോയിരുന്ന് തെറി പറയുക എന്നതാണ് അദ്ദേഹത്തിന്റെ പരിപാടി. ഡെയിലി 1000 രൂപയും ശാപ്പാടും ഒരു ബോട്ടിൽ ജവാനുമാണ് പ്രതിദിന വേതനം. രാഹുലിനെ പാലക്കാട് പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിന് ഏറ്റവും ക്രിമികടി ഏഷ്യനെറ്റിനും മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർക്കുമാണ്. കേക്കച്ചൻ മുഖ്യമന്ത്രിയായാൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കും എന്ന് പറഞ്ഞ് കേക്കച്ചൻ പറയുന്നിടത്തെല്ലാം ചെല്ലുന്ന പരുത്തിമോളാണ് കേക്കച്ചന് വേണ്ടി മരമുറി ചാനലിൽ ഇരുന്ന് കേക്കച്ചനെ ന്യായീകരിക്കുന്നത്, വെളുപ്പിക്കുന്നത്. പാലക്കാട്ടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം രാഹുലിനെ വരും ദിവസങ്ങളിൽ പരമാവധി പരിപാടികളിൽ പങ്കെടുപ്പിക്കുവാനാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും കോൺഗ്രസ് വിജയിച്ച നഗരസഭാ വാർഡുകളിലെയും സകല പരിപാടികളിലും വരും ദിവസങ്ങളിൽ രാഹുലിനെ അവർ പങ്കെടുപ്പിക്കും, ആർക്കൊക്കെ കുരുപൊട്ടിയാലും. മിഷൻ 60യുടെ 48ാം ദിനമായി എന്ന് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ കേൾക്കുക. സാറേ, പിന്നെ മാഫിയവൽക്കരണത്തിന്റെ ഒരു എലമെന്റ് നമ്മുടെ ജാതിമത സ്ഥാപനങ്ങളെ പവർ, ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ പവർ വ്യക്തമാക്കുന്നു. CPM-ലേക്കായി, NSS CPM-ലേക്കായി. പിന്നെ ഇപ്പം ചങ്ങനാശ്ശേരിയിലെ ആ 3 കോടി കട്ട ബിഷപ്പിനെയാണ് പോയി ശിവൻകുട്ടി കണ്ടത്. അന്നേരം റിലീജിയൻ, ജാതി മാഫിയ, പിന്നെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ, അത് വേറൊരു മാഫിയ, പിന്നെ പോലീസ് ഷാഫി പറമ്പിലിന്റെ തലയടിച്ചു, അത് വേറൊരു മാഫിയ, പിന്നെ പിണറായിയുടെ മോന്റെ എന്തുവാ പഞ്ചനക്ഷത്ര ഹോട്ടല് എത്രമാത്രം കോടികൾ കട്ടുന്നുള്ളതിന്റെ തെളിവാണ്. അത് വേറൊരു മാഫിയ. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് മാഫിയ, ഇവരുടെ പവർ. അതാണ് ഞാൻ ചിന്തിച്ചത്. ഈ സ്വർണ്ണക്കള്ളന്മാരിനെ പിടിക്കണം സാർ, പിടിക്കാതെ പറ്റില്ല. ഈവന്മാര് കട്ട് മുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സാറേ. ലോകം മുഴുവൻ നശിപ്പിച്ചടങ്ങും അവൻ. ആ പിണറായി നശിപ്പിച്ചേ അടങ്ങുള്ളൂ. എല്ലാവരുടെയും തല്ലിക്കൊന്ന് അവന്റെ കുടുംബം മാത്രം ജീവിക്കാന്നുള്ള ഇതാണ് അവന്റെ മനസ്സിൽ കിടക്കുന്നത്. അവനൊക്കെ എന്ത് ചെയ്യണം എന്നാ പറയണത്? അങ്ങനെ കണ്ണും കട്ടിയിട്ട് കുഴിച്ചിടണം. അമ്മായിരത്തുള്ളവനാണ് അവൻ. അവൻ സ്വർണ്ണക്കള്ളനാണ്. കള്ളൻ സ്വർണം മാത്രമല്ല, എല്ലാം കക്കും, പെണ്ണും പിടിക്കും, കള്ളും കുടിക്കും, പെണ്ണും പിടിക്കും. അവൻ എല്ലാ മണ്ണങ്ങളിലും കയറി ഇറങ്ങും. അതിനാണ് പെണ്ണുങ്ങൾക്കുള്ള ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ദുഷ്ടനെയൊക്കെ വെച്ചേക്കാൻ പാടില്ല നാട്ടിൽ, ആ വർഗങ്ങളിൽ വെച്ചേക്കാൻ പാടില്ല. നാശകാലൻ, നശിപ്പിച്ചവനാണ് അവൻ, നശിപ്പിച്ചവൻ, ദുഷ്ടനാണ് സാർ.
അവനൊക്കെ എല്ലാ അമ്പലങ്ങളിലും കെട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത കംപ്ലീറ്റ് അമ്പലങ്ങൾ ഗുരുവായൂരടക്കം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എല്ലായിടത്തെയും സ്വർണ്ണങ്ങൾ തന്ത്രിയും ഈ ദേവസ്വം ബോർഡിലെ മന്ത്രി അതിനെല്ലാം ഈ CPM-കാരൻ്റെ മന്ത്രി, ഈ ദേവസ്വം ബോർഡിലെ മന്ത്രി എല്ലാ ദേവസ്വം ബോർഡ് എടുത്ത അമ്പലങ്ങളിലും കട്ടുമുടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഓരോ അമ്പലങ്ങളും ടെസ്റ്റ് ചെയ്താൽ എല്ലാം പിടിക്കപ്പെടണം. ഇവന്മാരുടെ എല്ലാ കള്ളത്തരം പൊളിച്ച് ജെട്ടിയിൽ നിർത്തണം, റോട്ടിൽ എറിയണം, കല്ലെറിഞ്ഞ് കൊല്ലണം. ജനങ്ങളും വനിതകളും ഭ്രാന്തായി നടക്കുന്ന ആൾക്കാർക്കടക്കം ഇവന്മാരിന് വെറുത്തിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തവർക്കടക്കം ഇവന്മാരിന് വെറുത്തിട്ടുണ്ട്. കല്ലെറിഞ്ഞ് കൊല്ലണം ഇവരിനേക്കാൾ. ശരിക്കും എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് തന്നെ കൊല്ലണം. അസിരവിത്ത് ഈ നാട്ടിൽ എപ്പോൾ ഇവൻ കാലെടുത്ത് കുത്തി അതോടെ നാട് നശിപ്പിച്ചു നായി. അത് പിണമാണ്, പിണം നായാണത്, അല്ലാതെ നായി പിണം. പിണറായി എന്ത് പിണറായി, ഏത് പിണറായി? എല്ലാ പോലീസും വക്കീലും എല്ലാം അവൻ്റെ ടൗസറിൻ്റെ ഉള്ളിലാണ്. അഗ്രകണ്ണൻ ചുട്ടുമുടിപ്പിച്ച് എല്ലാം കട്ടുമുടിപ്പിച്ചു ദുഷ്ടൻ. ദുഷ്ടനെയൊക്കെ വെച്ചേക്കാൻ പാടില്ല സാർ. എങ്ങനെ നാട് മുടിയാതിരിക്കും? ദൈവങ്ങൾക്കും കൂടി വെറുത്തുപോയി. അതാണ് ഈ പ്രളയം എല്ലാം ബോംബും അതും ഇതും ഓരോ നാട് മുടിപ്പിച്ചുകൊണ്ടിരിക്കണില്ലേ. ഇങ്ങനെയൊക്കെ ദുഷ്ടന്മാരൊക്കെ ലോകത്തുണ്ടായി എന്താ ചെയ്യുക? കള്ളൻ, പെരുങ്കള്ളൻ. എന്നിട്ട് നാട് മുഴുവനും എല്ലാ പാവപ്പെട്ടവരിനെ അടിച്ചു സമർത്തുക. ഈ കള്ളും ചാരായം വിറ്റ അപ്പുറത്ത് കൊടുക്കുക, അപ്പുറത്ത് പിടിപ്പിക്കുക. എത്ര പണം അവൻ വഞ്ചിക്കുന്നത്? ദുഷ്ടൻ, പെരുന്തുഷ്ടൻ. ഇവൻ്റെ പണങ്ങൾ എല്ലാ സഹകരണ ബാങ്കിലും തപ്പിയ കിട്ടും. ഒരു പടി സഹകരണ ബാങ്കുകളിൽ ഇവൻ്റെ പണമാണ് കിടക്കുന്നത്. ഇവൻ അതിനു വേണ്ടി ഈ മാർക്സിസ്റ്റുകാരല്ലാതെ ഒരു ബാങ്കിലെങ്കിലും വേറൊരു പാർട്ടിൻ്റെ ആൾക്കാരുണ്ടാന്ന് നോക്കിക്കോളി നിങ്ങൾ. കേരളത്തിൽ എല്ലാ വന്മാരിൻ്റെ ആൾക്കാരാണ്. ഇവൻ്റെ ഈ തട്ടിപ്പറിച്ച പണം മുഴുവനും സഹകരണ ബാങ്കിലാണ്, അല്ലാതെ വേറെ ബാങ്കുകളിലല്ല. ഇപ്പം മുടുകാലിലാണ്. ലോകം മുടിപ്പിച്ചു, പാവങ്ങളിനെ പിച്ചപ്പാളയും കെട്ടിച്ചു. മഹാപാവി. അവനൊന്നും വെറുതെ വിടാൻ പാടില്ല സാറേ. അവനൊക്കെ എന്താ പറയാ, എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കൊല്ലണം. ഒരു ജെട്ടിയിൽ തന്നെ പാതയിൽ കൂടെ നടത്തിക്കണം അവനെ. പിന്നാലെ ചൂലിക്കെട്ടും കൊണ്ട് നടത്തി തല്ലണം ആ മഹാപാവിനെ. ലോകം മുടിപ്പിച്ചു മഹാപാവി, ദുഷ്ടൻ. രാഹുൽ മാങ്കൂട്ടം ശബരിമലയിൽ പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അയ്യപ്പസ്വാമി ശരിക്കും കണ്ടു. ആ പിണറായിനെ ജെട്ടിയിൽ നടപ്പിക്കാനാക്കി. ആ ദുഷ്ടനെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാപ്പി പറമ്പിനെയും തൊട്ടവരും ഒരിക്കലും നേരാവില്ല. നശിച്ച് നാരായണക്കല്ല് പിടിക്കും. ഇതെല്ലാം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ശാപമാണ് സാറേ. ഇവന്മാർ കാട്ടുകള്ളന്മാരാണ്. തനിയെ വെറും കള്ളന്മാർ. ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രമാത്രം കരയിച്ച് ഈ ദുഷ്ടന്മാർ. ഈ ദുഷ്ടനൊക്കെ അനുഭവിക്കാണ്ട് അവിടെ പോണ്. അനുഭവിക്കും. ഞാൻ 15 വർഷം പദയാത്ര പോയവളാണ്. 67 വയസ്സായി എനിക്ക്. 15 വർഷം ഞാൻ പദയാത്ര, പാലക്കാട്ടിൽ നിന്നും പദയാത്ര പോയൊരു വ്യക്തിയാണ് സാർ ഞാനൊക്കെ ആ ഭജനയ്ക്ക് ഇരുന്നിട്ട് ആ പെണ്ണുങ്ങൾ കയറിയ ദിവസം ഞങ്ങൾ അവിടെ ഭജനയ്ക്കുണ്ട്. കരഞ്ഞത് അന്നത്തെ കാട്ടിക്കൂട്ട് ആ കെട്ടിനെല്ലാം വലിച്ചെറിഞ്ഞ് വന്ന് ഇവൻ്റെ നെഞ്ഞത്തായിരുന്നു ഞാൻ താഴത്ത് പമ്പ ഗണപതിൻ്റെ അവിടെ വന്ന് നാളികേരം എറിഞ്ഞത്. ഈ പിണറായിൻ്റെ നെഞ്ചത്ത്. ഞാൻ എല്ലാവരും കേക്കച്ചല്ല തന്നെ പറഞ്ഞു, ഇവൻ അനുഭവിക്കും, ഉറപ്പായിട്ടും ഇവൻ അനുഭവിക്കും. 5 വർഷത്തിൻ്റെ ഉള്ളിൽ അനുഭവിച്ചേ ഞാൻ കരിമല ചവിട്ടുള്ളൂ. അതേ സത്യം വെളിയിൽ വന്നു സാർ. അയ്യപ്പൻ പറയണത് അങ്ങനെ ഇങ്ങനെയുള്ള ആളല്ല, സാക്ഷാൽ ധർമ്മശാസ്താവാണ്. അയാളെ തൊട്ട് കളിച്ചാൽ ഒരിക്കലും ജനങ്ങളോട് കളിച്ച മാതിരി ആയിരിക്കില്ല അവൻ്റെ കളി. പിണറായിൻ്റെ പിണമാക്കി കൊടുക്കും. അവൻ്റെ കുടുംബം കുളം തോണ്ടിക്കും അയ്യപ്പൻ. ഇവൻ പോയി അവിടെ ആഗോള സംഗമം ഉണ്ടാക്കിന്. കേറി മുളയ്ക്കേണ്ട 4.5 കിലോ സ്വർണം പോയില്ലേ. ഇവൻ എവിടെ പോയി കാല് കുത്തിയാലും നാശകാലമാണ്. നശിച്ചവനാണ് അവൻ. ഇവനൊന്നും എവിടെയും കയറ്റാൻ പറ്റാത്തവൻ്റെ വർഗങ്ങൾ. നന്നായി സാറ്, നല്ലൊരു കാര്യമായി. ഇവൻ അയ്യപ്പസ്വാമി ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോയി. അയ്യപ്പസ്വാമി വന്നിട്ട് പമ്പ ഗണപതിൻ്റെ അവിടെ എത്തിയിട്ട് അതാണ് ഗണപതി കോവിലത്തെയും പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ശരിക്ക് പമ്പയിൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്, ഒപ്പം വന്നിട്ടുണ്ട്. അയ്യപ്പൻ വിടില്ല, ഒരിക്കലും വിടില്ല. അയ്യപ്പൻ
പമ്പ വരെ ഉണ്ട്. ഇപ്പൊ പമ്പിൽ നിന്ന് അയ്യപ്പ ഇത് കാണിച്ചോ, അവിടെ നിന്നുണ്ട്, അവിടെ ഉണ്ട് അയ്യപ്പൻ. അവിടെ നിന്ന് ഊതി വിട്ടിട്ടുണ്ട് പിണറായിനെ സംഘത്തിനെ അവിടെ നിന്നേ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം വെളിയിൽ വന്നത്. അല്ലെങ്കിൽ വരില്ല സാറേ. ആഗോള സംഗമം നടത്തിയത് അതവൻ്റെ കഷ്ടകാലത്തിന് പോയി ആ ഭഗവാന്റെ കാക്കിൽ വീണതാണ് അവൻ. ഇവനൊക്കെ എന്ത് പിണറായി പിണ്ടം. ആരെ പാവം ആ രാഹുൽ മാങ്കൂട്ട എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട് അവൻ്റെ അമ്മ. അവൻ എത്ര സഹിച്ചിട്ടുണ്ട്. ഇപ്പൊ പാവം ആ ഷാപ്പിനെയും പിടിച്ച് തല്ലി പൊളിച്ചു മഹാപാവികള്. ഈ പാവമൊക്കെ അവിടെ കൊണ്ടുവയ്ക്കുന്നു ദുഷ്ടന്മാര്. പെണ്ണുങ്ങളുടെ ശാപമുണ്ട്. എത്രയോ അമ്മമാര് നെഞ്ചത്തടിച്ച് കരയുണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇവന്മാരുടെ മക്കളാണ് ഇങ്ങനെ ചെയ്യോ സാറേ? നായക്കള്, ഭ്രാന്തെടുത്ത പട്ടികള്, ഇതുകളിലൊക്കെ ഉണ്ടല്ലോ ഉടുതുണിയില്ലാണ്ട് റോട്ടിൽ കൂടെ നടത്തിക്കണം പറജമ്മങ്ങളിലെ. ഏതൊക്കെ ദേവസ്വം ബോർഡിൽ അമ്പലങ്ങളുണ്ടോ ആ അമ്പലങ്ങൾ മുഴുവനും നശിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കട്ടിട്ടുണ്ട്. ഇപ്പം കള്ളനാണ്. അതിനാണ് കൊണ്ടുപോയിട്ട് ഈ കട്ടത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഘം എടുത്തിട്ട് പോയത്. അയ്യപ്പ സംഘം അതിന് 3 കോടി അടിച്ചു മാറ്റിയ. അതുണ്ടെങ്കിൽ എത്ര പാവങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. ഈ ദുഷ്ടനൊക്കെ എന്തിനു വേണ്ടി ഒരു ബസ് വാങ്ങിയ കാശുണ്ടെങ്കിൽ എന്തുമാത്രം കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി. ഇവനൊക്കെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് ഇവൻ നെളിഞ്ഞു നടക്കുക. മഹാപാവി. ഓരോരോ പിഴിവ് അവൻ്റെ ആസ്ഥാനത്ത് നിന്ന് തോണ്ടണം. അത്രയ്ക്കും വെറുപ്പിച്ചിട്ടുണ്ട്. പിണോണവൻ പിണറായി കള്ളനേ. തനിയെ കള്ളൻ. അവനും കള്ളൻ, അവൻ്റെ കൂട്ടുകെട്ടും എല്ലാം കള്ളൻ. ഇവനൊന്നും ഒരിക്കലും കരപ്പിടിക്കില്ല. എല്ലാ ദേവസ്വം ബോർഡിലും എല്ലാ അമ്പലങ്ങളിലും ചെക്ക് തന്നെ വേണം. സത്യമാണിത്. അമ്പലങ്ങളിലെ സ്വർണം, പണം, പൊന്ന് പറഞ്ഞ പോലെ എല്ലാം. എന്തിനാ ഈ ജനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി അമ്പലം? ഇനിയെങ്കിലും പഠിക്ക് ജനങ്ങളെ, ഇനിയെങ്കിലും പഠിക്ക്. ഇനി ഒരിക്കലും ദേവസ്വം ബോർഡിൽ കൊണ്ടുപോയി പൈസ അമ്പലങ്ങളിൽ ഇടാൻ പാടില്ല. അത് ആ പാവങ്ങൾക്ക് കൊടുത്ത് അതെങ്കിലും കഞ്ഞി പുണ്യം കിട്ടും ഈശ്വരൻ്റെ. ഇപ്പം കണ്ടൊരു ഇത് ഞാൻ അങ്ങോട്ട് ഇട്ട് തരിക. ഇതിൽ കൂടുതൽ എന്ത് വേണം? പുള്ളിയെ അവിടുത്തെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രിയങ്കരനാക്കി മാറ്റി. പറഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ ഏറ്റവും നന്ദിയല്ലേ പറയേണ്ടത്? ഏറ്റവും കൂടുതൽ നന്ദിയാണ് പറയേണ്ടത്. കാരണം ഈ ഒരു സംഗതിയിലൂടെ ഒരു രക്തസാക്ഷി പരിവേഷമാണ് പുള്ളിക്ക്. എല്ലാവരുടെയും പ്രിയങ്കരനായി മാറി. സതീശനെ നമ്മളെല്ലാവരും വെറുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അയാളുടെ ഒരു ഇതുപോലും കാണാറില്ല. ടി വിയിൽ അയാൾ ഒത്തിരി ഇത് വരുന്നുണ്ട് ന്യൂസുകളൊക്കെ. പക്ഷെ ഞാൻ അയാളെ കാണുമ്പോൾ തന്നെ ഞാൻ ഇത് സ്ക്രോൾ ചെയ്യും. കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് സതീഷ്. അതുകൊണ്ട് മനസ്സ് മടക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാത്ത കാര്യം വരെ സതീഷിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കാണില്ല. കാര്യം തന്നെ മനസ്സുകൊണ്ട് വെറുത്തു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇതിലിപ്പോൾ സതീശൻ പുറത്ത് പോകുന്നതൊക്കെ കാണാൻ പറ്റും. അയാളെല്ലാവരും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ 15 MLA കണ്ടുമ്പോൾ അയാൾക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും ഒരു നവംബറിന് മുമ്പായിട്ട് തന്നെ ഒരു തീരുമാനം ഉണ്ടാവും ഇതിനെ പുറത്താക്കിയത്. ഹലോ, പറഞ്ഞോളൂ. ആരാണ്? ഞാൻ ആലപ്പുഴയിൽ നിന്നും കോൺഗ്രസിന്റെ ഒരു 40 വർഷമായിട്ട് VM സുധീരൻ ആലപ്പുഴയിൽ മത്സരിക്കുമ്പം മുതൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന 1 രൂപ പോലും പറ്റാതെ ഒരു നേതാക്കന്മാരുടെ ഒന്നും പോകാത്ത ഒരു പ്രവർത്തകനാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേര് പീറ്റർ. അതെ സാറിന്റെ എല്ലാ ഇതും ഞാൻ കാണാറുണ്ട്. പക്ഷെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ഫോണിൽ അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാറില്ല. അതുകൊണ്ടാണ് സാധാക്കോള്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ VD സതീശൻ കാണിക്കുന്ന ഈ കൊള്ളയ്ക്ക് പരിഹാരമായിട്ട് ഇപ്പോഴത്തെ ഇതിൽ ഷാഫിയും രാഹുലും ചാണ്ടിയമ്മനും കൂടി ഇറങ്ങിയാൽ CPM ഒരു 20 സീറ്റ് കിട്ടിയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവര് 3 പേര്, ഒരു കനകോലും വരേണ്ട കാര്യമില്ല, ഒരുത്തനും വരേണ്ട കാര്യമില്ല. ഇവര് 3 പേരെയും കൂടി അങ്ങ് ഇറക്കി വിട്ടാല്, അല്ലെങ്കിൽ 2 ടീമായിട്ട് തെക്കുന്നും വടക്കുന്നും 2 ടീമായിട്ട് വിട്ടാല് ഒരു 20 സീറ്റ് ഇവന്മാർക്ക് കിട്ടും. അപ്പൊ അത് സാറിന്റെ എല്ലാ വർക്കുകളും പക്കയാണ്. ഞാൻ എന്നും കാണാറുണ്ട്. വളരെ നന്ദി. ഇത് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ, ഒരമ്മ പറഞ്ഞതുപോലെ ഇവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേക ഒരു ക്യാമ്പയിൻ തന്നെ, പാർട്ടി തന്നെ ആയിട്ടാണെങ്കിൽ ഇലക്ഷനിൽ ഇവർ ഇറക്കണം. രാഹുലിനെ പാലക്കാട് വിജയിപ്പിക്കണം. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇവന്മാര്
നൂറുകണക്കിന് കോടി യും കനകോലുവിനെയും ഒക്കെ ഇറക്കി ക്യാമ്പയിൻ ചെയ്തതാണോ? രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫിയെയും ഈ പറഞ്ഞ പോലെ ചാണ്ടിയെയും ഈ യുവ നേതൃത്വത്തെ ഇറക്കി ഈ ക്യാമ്പയിൻ ചെയ്യുന്നതാണോ എഫക്റ്റീവ്? ഏറ്റവും എഫക്റ്റീവ് ചാണ്ടി ഉമ്മനെയും രാഹുലിനെയും ഷാഫിനെയും അവരുടെ കൂടി ഒരു യൂത്തിനെ ടീമായിട്ട് ഇറക്കി കിളവന്മാര് പുറകിന്നില്ലേ? ഈ കിളവന്മാര് പുറകിന്നില്ലേ? കേരളം കാണാൻ പോണ അത്ഭുതം, കേരളം കാണാൻ പോണ അത്ഭുതം. രണ്ടാമത് കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കും ഈ കേരളത്തിലൂടെ. ഈ കേരളത്തിലൂടെ രണ്ടാമത് കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കും വ്യക്തമായിട്ട്. ഈ VD സതീശൻ എന്ന കൊള്ളക്കാരനെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോയാൽ അതിന് ഇവന്മാർ ഇത്ര ഭയപ്പെടണ എന്താണെന്ന് അറിയാൻ രാഹുലിനെതിരെ പീഡകന്മാരും എല്ലാവരും സഭയുടെ അകത്തും വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തി പുറത്തും. ഇതെന്താണ് ഈ നിയമം? VD നിയമമൊന്നും ഇവിടെ ഇല്ല. എന്താണിത്? നമുക്ക് മനസ്സിലാണില്ല സാറേ. നമുക്ക് വളരെയധികം ദോഷമുണ്ടെങ്കിലും അതിലൊന്നും നമുക്ക് എങ്ങനെ പ്രതികരിക്കണം, ഏത് മാർഗത്തിലൊന്നും. പക്ഷെ സാറിന്റെ മുന്നേറ്റം വളരെ ജനോപകാരപ്രദമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയാനുള്ള ഒരു സാഹചര്യം തുറന്നിട്ടുണ്ട്. അത് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ ആരെ ഭയപ്പെടാനാണ്? അതെ അതെ. ഓക്കെ സാർ, വിളിച്ചത് നമുക്ക് സന്തോഷം. ഓക്കെ സാർ, ശക്തമായിട്ട് വിളിച്ചു. നമ്മുടെ സപ്പോർട്ട്, പൂർണ്ണ സപ്പോർട്ട്. മറ്റേ സാബു 2020 അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സാറേ. ഞാൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇത് കേട്ടിട്ടുണ്ട്. എന്താ പറയേണ്ടത്, കൺട്രോൾഡ് ഒപ്പോസിഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഷോക്കായിരുന്നു. പിണറായിയുടെ ബി ടീമാണ് സാബു എന്ന് പറഞ്ഞത്. ഇപ്പം എല്ലാം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ശരി സാറേ, അത് ഇങ്ങനെയുള്ളതൊക്കെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. വളരെ നന്ദിയുണ്ട്. പിന്നെ കർണാടക ലോബിയുടെ പവർ, അതും എല്ലാം ദൈവത്തെ ഏൽപ്പിക്കാം. കേരളം മാഫിയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കയ്യിലല്ലോ ഏൽപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച് സാറേ. പവർ ടു യു. സാറേ, സാറിന്റെ എല്ലാ ചാനലും എല്ലാ വാർത്തയും കാണാറുണ്ട്. ഈ കേക്കച്ചൻ സംഗീതനെ മാറ്റണം സാറേ. പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റാനുള്ള പരിപാടി ചെയ്യണം. അതുപോലെ തന്നെ ഈ പന്നിത്തലേനെയും രാഹുൽ ഗാന്ധിയുടെ അടുക്കളപ്പണി ചെയ്യുന്ന വേണുഗോപാലിനെ മാറ്റാനുള്ള പരിപാടി കൂടി ചെയ്യണം. ഇവന്മാരെ കേരളത്തിൽ അടുപ്പിക്കരുത്. അടുപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് കോൺഗ്രസ് തോറ്റു. ഞാനൊരു കോൺഗ്രസിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പറയുന്നത്. ഈ അടുക്കള ഗോപാലൻ ഒറ്റ ഒരുത്തനാണ് ശശി തരൂരിനെ അങ്ങോട്ട് അടുപ്പിക്കാത്തത്. ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് എടുത്തുകളയാം എന്ന് പറയാൻ ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കുന്നവരെന്ന് ഇവർക്ക് കണ്ടുകൂടെ? ഇവരെക്കാളും സ്മാർട്ടുള്ള ആളുകളെ ഇവന്മാർക്ക് കണ്ടുകൂടെ? ഈ നാറി പട്ടിയേക്ക് ഈ കേക്കച്ചൻ നാറി ചന്തീശനെ എടുത്ത് മാറ്റിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കണം. ഒരു മാമോനും വരുത്തില്ല അവിടെ. അവിടെ 5-6 പേര് ജയിലിൽ കിടന്നിട്ട് അവനെ പോയി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇവന്റെ PR വർക്ക് ഒന്നും ഇവിടെ ജയിക്കത്തില്ല. ആ രാഹുൽ കുഞ്ഞിനെ എടുക്കാതെ ഇതൊന്നും നടക്കത്തില്ല. പെണ്ണുങ്ങളൊന്നും വരുത്തില്ല. അവര് നല്ലവണ്ണം മനസ്സിലാക്കി പോകേണ്ടതെന്ന് തന്നെ തീരുമാനിച്ചു. അത് തന്നെ സത്യം സാറേ. അല്ല, ഈ കേക്കച്ചൻ അങ്ങ് മിടുക്കനാകാൻ പോയതാ. അത് 12 നിലയെ പൊട്ടി. അതാ ഞാൻ സാറിനോട് പറഞ്ഞ എന്താ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാര്യം അത് തന്നെ. അന്നപ്പം മുതലേ കണ്ടോണ്ടിരിക്കുക. അതുപോലെ തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പ്രസാദം എടുക്കുന്നത് ബംഗാളിയെല്ലാം കൂടെ ചേർന്ന് 19 മദ്യകുപ്പിയും പിടിച്ചെടുത്തു. ഇവൻ അങ്ങ് KPCC പ്രസിഡന്റ് എല്ലാം കൂടെ വിചാരിച്ച ആള് കൂടുമെന്നാണ് വിചാരിച്ചത്. അതേസമയം ഷാബി സാറും രാഹുലും എല്ലാം കൂടെ വന്നിരുന്നെങ്കിൽ എന്തായി തീർന്നാന്. പത്തനംതിട്ട എന്ന് പറയാൻ ഒരു മനുഷ്യൻ വരുത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലവണ്ണം മനസ്സിലായെന്ന്. ആ കൊച്ചനെ അത് എടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്തായിരുന്നു അവിടെ? ഒന്ന് കാണാമായിരുന്നു. അത് പോട്ടെ, ഇനിയും ഷാബി സാറും ശ്രീകണ്ഠൻ സാറും മറ്റുള്ള നേതാക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഈ രാഹുലിനെ എടുത്തിട്ട് ഒരു സംഗമം നടത്തി നോക്കി. അപ്പോഴറിയാം പെണ്ണുങ്ങളുടെ ആ ഒഴുക്കും എല്ലാം. ഇത്രയും ദിവസമായിട്ട് ആ സന്ദീപുകാരെ പോയി ഒന്ന് നോക്കാൻ പോലും ഇവന് കരുണ കാണിച്ചില്ലല്ലോ സാറേ.
അരമണിക്കുണ്ടനും കേക്കച്ചനും കൂടെ. കേക്ക് മുറിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇന്നലെ കണ്ട വേറെ അടുത്ത് പോയി കേക്ക് മുറിച്ചല്ലോ. ഇനി എങ്ങനാ സാറേ ആ സന്ദീപ് വാര്യനെ പുറത്തു കൊണ്ടുവരാൻ എങ്ങനാ? ഇവര് ഒരു തീരുമാനം എടുത്തില്ലേ ഇവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി? വക്കീലൊന്നും വന്നില്ലയോ? ഇവരെല്ലാം കൂടെ ഒരു കക്ഷി ചേർന്ന് ഇവനെ പുറത്ത് ചാടിക്കണം. ഇവനെ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടാക്കണം സാറേ. അത് എന്താ സന്ദീപ് വാര്യർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും കൈ കിട്ടാതിരിക്കത്തില്ല. ഇല്ലെങ്കിൽ രാഹുൽ മോൻ്റെ തന്നെ കാണും. എൻ്റെ മോനെന്നെങ്കിൽ വന്നാ മതിയായിരുന്നു. സന്ദീപ് വാര്യരെല്ലാം പറഞ്ഞതിൻ്റെ ഒരു അംശം ഇവൻ പറയുന്നുണ്ടോ? രാഹുലും സംസാരിക്കുന്ന പോലെ ഒന്നും ശ്രീകണ്ഠൻ സാറും ഷാബി സാറും എല്ലാം സംസാരിക്കുന്ന പോലെ വല്ലതും. ഇന്ന് തന്നെ ആ ഷാബി സാറിനെ അടിച്ച് മൂക്ക് ഒലിച്ച് ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന പടം കണ്ട് നെഞ്ചിടിച്ചു പോയി. അവൻ അതൊന്നുമല്ല, അവൻ്റെ ഇമേജ് വർദ്ധിക്കാൻ വേണ്ടി നോക്കുക. ജനങ്ങൾ തിരിച്ചറിഞ്ഞു സാറേ. ഇത് ഈ 3.5 കോടി ജനങ്ങൾ നല്ലവണ്ണം അറിഞ്ഞു കഴിഞ്ഞു. അതേസമയം ഇന്ന് രാഹുൽജി സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? ഷാബി സാറും വന്നേനെ, ശ്രീകണ്ഠൻ സാറും എല്ലാവരും വന്നേനെ. അവരുടെ ഇമേജ് പോയി. അത് KC വേണുഗോപാലും കൂടെ ചേർന്ന് നിൽക്കുന്നത് ആളൊഴിഞ്ഞ കസേരയിൽ. ഇവര് വിളിച്ചാൽ പിന്നെ ഇവരും വരത്തില്ലല്ലോ. ആശാ വർക്കർമാർ പോലും വരത്തില്ല. ആരെ ഈ കുമ്പിടുന്നത്? എന്തൊരു നാറിയ ഇടപാടാ. നല്ലൊരു ചാൻസ് ആയിരുന്നു കോൺഗ്രസിന് ഭരണം പിടിക്കാൻ. ഒരു 100-102 സീറ്റെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. രാഹുലിനെ ചൊറിയാൻ പോയതാ. ആ പെണ്ണെങ്കിലും ഇവന്റെ പേരിൽ എന്തെങ്കിലും ഒരു അലിഗേഷൻ പറഞ്ഞിരുന്നു ദൈവത്തിനോട് ഞാൻ പറയുക. എൻ്റെ യേശു ക്രിസ്തുവേ, അള്ളാഹുവേ, ശബരിമല അയ്യപ്പ, തിരുവാറന്മുളപ്പ, ഇവന്റെ പേരിൽ എന്തെങ്കിലും ഒരു അലിഗേഷൻ വന്നിരുന്നെങ്കിൽ. സാർ ഒരു കാര്യം ചെയ്യും. സാറിനെ വിടുന്ന ആൾക്കാർ പറയുന്ന നമ്പരെല്ലാം ശ്രദ്ധിച്ചോണേ, പുറത്ത് വിടാതെ സൂക്ഷിച്ചോണം. ഇവൻ അതും ചെയ്യും. ആരെല്ലാം നമ്പർ വിളിച്ചോ, ആരെല്ലാം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് സാറ് നമ്പർ പ്രത്യേകം നോട്ട് ചെയ്ത് ക്യാൻസലാക്കി കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കുക. സാറിൻ്റെ ബോഡിയും കൂടെ ശ്രദ്ധിക്കണേ സാറേ. നാളെ സാറിന് ചെയ്യേണ്ടതാ. ആയുസ്സും ആരോഗ്യമായിട്ട് നല്ല കരുത്തായിട്ട് വരട്ടെ. എന്നും പ്രാർത്ഥിക്കുന്നു അത് തന്നെ. ഞാനതാ സാറിൻ്റെ ഒന്നും കാണാത്തതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. ഈ രാഹുലിനെ ഒതുക്കിയിട്ട് ഈ കനകോലോ വെള്ളിക്കോലോ ഇവിടെ വന്നാലൊന്നും പറ്റത്തില്ലെന്ന്. രാഹുലിനെ തിരിച്ചെടുക്കാതെ ഇവിടെ ആള് കൂടത്തില്ല, ഒരു സംശയമില്ല. രാഹുൽ ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടെ? ഇവിടെ തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.